ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് വേദന ഉണ്ടാക്കുമ്പോൾ ശരീരവേദന, കൈവേദന, കാലുവേദന, വയറുവേദന, തലവേദന തുടങ്ങി മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും, മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട്. തലവേദന വരുമ്പോഴാണ് കഴുത്തിൻ്റെ മുകളിൽ റബ്ബ് തല വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധം വരിക. ഇപ്പം നമ്മുടെ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ട്, നമ്മൾ അറിയണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ഒരു തലവേദന വരുമ്പോൾ അറിയാം ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന്. പല്ലുവേദന വരുമ്പോൾ നമുക്കറിയാം വായിൽ പല്ലുള്ള കാര്യം. ഇങ്ങനെ വേദന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ്. വേദന കടിച്ചമർത്താൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. മനുഷ്യനാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വേദന നമുക്ക് വലിയ വിഷയമാണ്. അപ്പോൾ ഈ വേദനയുള്ള രോഗങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ക്യാൻസറൊക്കെ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന മീനുകളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭാശയത്തിൽ മുഴ വരിക, ഗർഭാശയത്തിൽ രോഗം വരിക, അതുപോലെ ബ്രസ്റ്റിന് ക്യാൻസർ വരിക തുടങ്ങി അവർക്കും അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇങ്ങനെ വയറുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കുള്ള ഒരു പരിഹാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നൊരു മരുന്നാണ്, ദിക്റാണ്. 3 തവണ നമ്മൾ ഈ വേദനയുള്ള സ്ഥലത്ത്, ഇപ്പോൾ കയ്യിലാണ് വേദനയെങ്കിൽ ആ കയ്യിൽ എന്ത് ചെയ്യുക, നമ്മൾ വലത് കൈ വെക്കുക. തലയിലാണ് വേദനയെങ്കിൽ തലയിൽ ആ വലത് കൈ, നമ്മുടെ വലത് കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ 7 തവണ ഇത് സ്വന്തമായിട്ട് ഞാനിപ്പോ എനിക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ എങ്ങനെ ചൊല്ലണം? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്ഫിയനി. അങ്ങനെ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യശ്ഫിയനി. ഈ ദുആ സ്വന്തം രോഗമുള്ള ആളാണെങ്കിൽ അയാൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഇത് കാണാതെ പഠിച്ചു വെച്ചോളൂ. ഇപ്പോഴും സുഖമായിട്ടിരിക്കൂലല്ലോ. അപ്പൊ അസുഖം വരുന്ന സമയത്ത് നമുക്കൊരു കൈമുതലാണ് മഹാന്മാർ പഠിപ്പിച്ചതാണ്. 7 തവണ ഈ ഒരു ദുആ ചൊല്ലിയിട്ട് അവന്റെ നെഞ്ചിലേക്ക്, അവളുടെ നെഞ്ചിലേക്ക് ഊതുക. രോഗിയായാൽ സ്വന്തമായിട്ട് ഇഷ്ടി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് ഊതുക. ഇങ്ങനെ പതിവായി ചെയ്യുക. എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു അപ്പോഴൊക്കെ ഈ ദുആ ചൊല്ലിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക്. ആ രോഗം എത്ര വലിയ കലുഷിതമായ രോഗമാണെന്ന് പറഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ മാറ്റങ്ങൾ